അതുപോലെ തന്നെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അത് സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തു നിന്നൊക്കെ എക്സ്പ്ലോറേറ്റ് ചെയ്യാനുള്ള ശ്രമം ചെയ്യും എന്നുള്ളത് കൂടെ അത് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത് തോന്നുന്നു അതിനെ? ഓഫ് ഷോർ എക്സ്പ്ലോറേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സ്ഥലത്ത് പെട്രോളിയം അവൈലബിൾ ആണ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും ബാക്കിയുള്ള സംഗതികളും കൂട്ടി യോജിപ്പിക്കാനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗുജറാത്ത് തീരത്ത് ഒക്കെ റിലയൻസ് നേരത്തെ ഇത് സംഗതി അവൈലബിൾ ആണ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്തെ ബേ ഓഫ് ബംഗാളിലും അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്ന 1-2 സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദ്രത്തിൽ നിന്ന് നമ്മൾ എണ്ണ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കോസ്റ്റ് കൂടും. അതിൻ്റെ കോസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കൂടും. മാത്രമല്ല ഈ പ്രകൃതി ദുരന്തങ്ങൾ, സുനാമികൾ, അങ്ങനെയുള്ള മഴ ഒരു ചില്ലറ സംഗതിയല്ല. നമ്മുടെ ബേ ഓഫ് ബംഗാളിലാണെങ്കിലും ശരി, അറേബ്യൻ ഉൾക്കടലിലാണെങ്കിലും ശരി, എല്ലാ വർഷവും മിനിമം ഒരു 4-5 ചുഴലിക്കാറ്റെങ്കിലും വരും. ന്യൂനമർദ്ദം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യർക്ക് ജീവിക്കണ്ടേ? അത് അത്ര ചില്ലറ കഥയൊന്നുമല്ല. ആ സമയത്ത് തിരമാലകൾ എത്ര പൊങ്ങി വരും. അപ്പം അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ ഇത് ആ ഇനിഷ്യൽ സ്റ്റേജിലാണ് ഇതിൻ്റെ കോസ്റ്റ് കൂടുതലും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ എന്താ പറയുക, കോസ്റ്റ് എഫക്റ്റീവ് ആവും. കുറച്ചൊന്ന് മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ആദ്യമേ ആ ഒരു കുറച്ചൊന്ന് എടുത്ത് അതിൻ്റെ പൈപ്പ് ലൈനുകളൊക്കെ ഇട്ട് ഈ സാധനം കടലിൽ കുഴിച്ചെടുത്താൽ മാത്രം പോരല്ലോ, കരയിൽ കൊണ്ടുവരണ്ടേ, അതിനകത്ത് വെള്ളം കയറാണ്ട് കൊണ്ടുവരണ്ടേ, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് സെറ്റിലാക്കി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. നമ്മൾ ഒത്തിരി ഓഫ് ഷോർ റിഗുകൾ ചെയ്യുന്നില്ല. നമുക്ക് ഇന്ത്യക്ക് വളരെ കുറവാണത്. കാരണം ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഓഫ് ഷോർ റിഗുകളുണ്ട്. അവിടെ ഇതിന് മാത്രം പ്രകൃതിയുടെ വേരിയേഷൻസ് ഇല്ല. ഒരു കുറച്ചുകൂടെ എന്താ പറയുക, മഴ കുറവാണ്, ഈ ചുഴലിക്കാറ്റുകൾ കുറവാണ്, അങ്ങനെയുള്ള വേരിയേഷൻസ് വളരെ കുറവാണ്. പക്ഷെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ചലഞ്ചുകളുണ്ട് നമുക്കത്. പക്ഷെ അത് എടുത്തുകൊണ്ട് വരാൻ പറ്റും. വേണമെന്ന് വിചാരിച്ചാൽ എന്തും നടക്കും. മോദി ഹേ തോ മുംകിൻ ഹേ എന്നല്ലേ പറയുന്നത്. അതെ. അതിനൊപ്പം തന്നെ ഈ മിനറൽസ് കൂടുതൽ അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ മിനറൽസ് നോക്കുന്ന റയർ അത് നോക്കുന്നുണ്ട് എന്നും പറഞ്ഞൊരു ഇതുമുണ്ട്. അല്ല, നമ്മൾ ഈ അടുത്ത കാലത്തല്ലേ കേട്ടത് മറ്റേ ഇവിടെ കാശ്മീരിൽ ഇത് ലിഥിയം, അങ്ങനെയുള്ള പല ഇതുകളുണ്ട്. പക്ഷേ ഈ റെയർ എർത്ത് മിനറൽസുകളുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഖനനം ചെയ്ത് എടുക്കുക എന്ന് പറയുന്നതും അതിനെ ശുദ്ധീകരിച്ച് ഇതെടുക്കുക എന്ന് പറയുന്നതും ഭയങ്കര കാശ് ചെലവുള്ള, കുറേ എഫേർട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്തേ പറ്റൂ. കാരണം നമ്മുടെ ഈ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഹബ്ബാക്കി ഇന്ത്യ മാറ്റുക എന്നുള്ളതാണ്. അത് കുറേ നാളായിട്ട് തന്നെ തുടങ്ങിയ കാര്യമാണ്. അങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് നമുക്കിതൊക്കെ സ്വന്തമായിട്ട് കൂടെ എടുക്കാൻ പറ്റിയാലേ കാര്യങ്ങൾ മുമ്പോട്ട് പോവുള്ളൂ. ഒരു കാര്യം നമ്മൾ ഈ ട്രംപിൻ്റെ ഈ താരിഫിൽ നിന്ന് പഠിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ പേരിൽ നമുക്കൊരു സോഫ്റ്റ് ഈക്വിഡിസ്റ്റന്റ് തിയറി എന്ന് പറഞ്ഞിട്ട് ഒരു തിയറി തന്നെ നമ്മൾ ഒരു കൈൻഡ് ഓഫ് ഒരു ഡോക്ട്രിൻ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സ്ട്രാറ്റജിക് സോവറിനിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മളൊരു മറ്റൊരു രാജ്യവുമായിട്ടൊരു ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. ഈ ട്രംപ് മായിട്ടുള്ള ഈ ഒരു മൊത്തം ഇത് വരുന്നത്, സ്കിർമിഷുകളൊക്കെ വരുന്നതിന് മുമ്പ്, അതായത് 2025 ഏപ്രിലിന് മുമ്പ്, ആ സമയത്താണുള്ള താരിഫൊക്കെ കൂടെ വന്ന് അങ്ങനെ താരിഫിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. അതൊരു മാർച്ച് ഫെബ്രുവരി ഒക്കെ വരെ എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു ബന്ധമാണ്. അതിനുശേഷം താരിഫ് അടിച്ച് തന്നപ്പോഴും കുഴപ്പമില്ല, അതിങ്ങനെ മാറി വരുന്നു. ഇപ്പോൾ മൊത്തത്തിൽ ആ പടലമ്പായി. നമ്മുടെ ഒരു ഈ അമേരിക്കയിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വല്ലതും മേടിക്കുന്നുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം, നമ്മുടെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് തന്നെ. എന്നിട്ട് അതിൻ്റെ ബേസിസിൽ നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതോടെ തീർന്നില്ലേ അത്? അതെ. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരു മാനുഫാക്ചറിങ് ഹബ്ബ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ആത്മനിർഭർ ഭാരതിൻ്റെ അകത്ത് തന്നെ, ആ ഒരു കോൺസെപ്റ്റിൻ്റെ അകത്ത് തന്നെ നമുക്ക് എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റണം. എന്നാലേ നമ്മുടെ മാനുഫാക്ചറിങ് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് ചൈനയുടെ വിജയവും. ശരിക്കും ചൈന ആ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ചൈന ഒരു മാനുഫാക്ചറിങ് ഹബ്ബ് ആയത്. ആ ഒരു രീതിക്ക് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തു നിന്ന് മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു രാഷ്ട്രവുമായിട്ടൊരു പിണക്കം ഉണ്ടാക്കി കഴിഞ്ഞാൽ വേണ്ട. ഇപ്പം നമ്മളിപ്പോൾ
സപ്പോസ് വെസ്റ്റിനോട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് നമ്മൾ ഇത് മേടിക്കാമെന്ന് വിചാരിക്കുക. മറ്റേ നയര അല്ല, നയര അത് വേറൊരു രീതിക്ക് പോയി. പക്ഷെ നമ്മൾ വെസ്റ്റിനോട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊരു തായ്വാനിൽ നിന്ന് നമ്മൾ ചിപ്പ് മേടിക്കുന്നുണ്ട്. അപ്പോൾ ആ ചിപ്പ് വെച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രംപ് മറ്റേ സാങ്ഷൻ ഏർപ്പെടുത്തി, ഉപരോധം ഏർപ്പെടുത്തി, പിന്നെ അവർക്കത് നമുക്ക് വിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നവും കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു നമ്മൾ സാധനങ്ങൾ മേടിക്കുന്ന രാജ്യത്ത് ഒരു കുഴപ്പമുണ്ടാവണമെന്നോ അല്ലെങ്കിൽ ആ രാജ്യവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നോ പോലുമില്ല. അതുപോലും വേണ്ട. ഇപ്പോൾ ട്രംപിനെ പോലുള്ളൊരു തോന്നിയാസി വന്ന് എന്തെങ്കിലും കാണിച്ചിട്ട് മൊത്തം അലമ്പാക്കിയിട്ട് പോയാലും മതി. അപ്പോൾ നമുക്ക് ആ ഇതൊന്നും നമ്മുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റിയെ അഫക്റ്റ് ചെയ്യാതിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഇതെല്ലാം കുഴിച്ചെടുക്കുകയും ഖനനം ചെയ്തെടുക്കുകയും ശുദ്ധീകരിക്കുകയും അതനുസരിച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് മോദിജി വന്ന സമയത്ത് തന്നെ ആദ്യത്തെ ടേമിൽ തന്നെ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വളരെ ഇതായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയത്. അതിൻ്റെ അകത്ത് ഒരു ഭാഗം തന്നെയാണ് ഈ റെയർ എർത്ത് മിനറൽസിൻ്റെ ഇത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചൈനയുമായിട്ടുള്ള ഏറ്റവും വലിയ വടംവലി, ഏറ്റവും വലിയ സോഫ്റ്റ് സ്പോട്ട്, ചൈനയുമായിട്ടുള്ള വടംവലിയിലെ ഏറ്റവും വലിയ അമേരിക്കയുടെ അഖിലിസ് ഹീൽ, ഒരു സോഫ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയർ എർത്ത് മിനറൽസ് ആണ്. അമേരിക്കയ്ക്ക് അതില്ലാതെ പല സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റില്ല. ചൈന ഇത് പറയുന്നത് കാന്തങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഏതൊക്കെയോ ഒരു റെയർ എർത്ത് മിനറൽസ് ഒക്കെ വേണം. അപ്പോൾ അമേരിക്ക മിനറൽസ് മേടിക്കുന്ന സമയത്ത് ഇപ്പോൾ ചൈന ചോദിക്കുന്നത് ഇത് എന്തിനാണ് ഉണ്ടാക്കുന്നത്? സാധാരണ ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന അമേരിക്കയാണ്. തിരിച്ച് ചൈന അങ്ങോട്ട് ചോദിക്കുന്നത് ഇത് എന്തിനാണ് ഈ സാധനം മേടിക്കുന്നത്? പറഞ്ഞേ, അതിൻ്റെ ഉപയോഗം പറഞ്ഞേ, അത് പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തരാം. ആ ഒരു ലൈനിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറുക, ഇല്ലാതെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം.